ഗായ്സ്, അപ്പോ ഇത്തവണത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ പ്രമുഖ എഴുത്തുകാരൻ ഡോക്ടർ ജോസ് ആനന്ദിന്റെ ബോക്സ്ഡ് മിറക്കിൾസ് എന്ന നോവലിൽ പരാമർശിച്ചുള്ള ക്യാമ്പസും ഫിഷ് ബോക്സും നമുക്കിടയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലാകട്ടെ ഇതിനോടകം തന്നെ ഒട്ടനവധി പേർ അവരുടെ ഫിഷ് ബോക്സ് എക്സ്പീരിയൻസ് ഷെയറും ചെയ്തു കഴിഞ്ഞു. അതേ ക്യാമ്പസിലാണ് ഞാനിപ്പോൾ. അപ്പോ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കിടുന്ന ആ ഫിഷ് ബോക്സിനെ കുറിച്ച് കൂടുതൽ അറിയാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. സോ സ്റ്റേ വിത്ത് മീ ആൻഡ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക, ഓക്കെ? ഈ ക്യാമ്പസിൽ ഒരു ചാപ്പൽ ഉണ്ട്, ഒരു ചെറിയ ചാപ്പൽ. അതിനുള്ളിലോ അതിനേക്കാളും ചെറിയ ഒരു കുഞ്ഞു പെട്ടി. പക്ഷേ ഇത് സാധാ പെട്ടിയല്ല കേട്ടോ, ആരുടെയും ഏതാഗ്രഹവും സാധിച്ചു തരാൻ പറ്റുന്ന ഒരു അത്ഭുത പെട്ടിയാണ്. ഇവിടുത്തെ ആൾക്കാർ അതിനെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ദ വിഷ് ബോക്സ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നതും അതേ പെട്ടിയെ കുറിച്ചാണ്. സോ ഗൈസ്, ഐ ആം നോട്ട് വേസ്റ്റിംഗ് എനി ഓഫ് യുവർ ടൈം. വെൽക്കം ടു ഫർഹാൻസ് വ്ലോഗ്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ജോസഫ് ഏട്ടൻ. ഇദ്ദേഹമാണ് ഈ ചാപ്പലിന്റെയും വിഷ് ബോക്സിന്റെയും എല്ലാം കെയർ ടേക്കർ. ജോസഫ് ഏട്ടാ, ഇങ്ങോട്ട് വന്നേ. ഫ്രെയിമിലോട്ടോ, ഓടിയോ. അതും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ കണ്ടല്ലോ, ഇതാണ് ജോസഫ് ഏട്ടൻ. നമുക്ക് ഈ കഥ, ഈ ഒരു കൊച്ചു പെട്ടി എങ്ങനെയാണ് ഒരു അത്ഭുത പെട്ടി ആയെന്നുള്ളത് ജോസഫ് ഏട്ടൻ തന്നെ കേൾക്കാം. ഓക്കെ ചേട്ടാ, ക്യാമറ നോക്കി കഥ പറഞ്ഞോണിക്കും. അത് പിന്നെ സംഭവം വെച്ചാലേ, കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു ഇതാണ്. അപ്പനെ പോകാനായിട്ട് ജോലി ചെയ്യുന്ന, ഞാനിവിടെ കുറെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളാ. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഓരോ ആഗ്രഹങ്ങള്, പണ്ട് പഠിക്കാൻ മാർഗമില്ലാത്ത പിള്ളേരെ ഒരുപാടുണ്ടല്ലോ. ശരി, അവർക്ക് ഈ ബുക്ക്, പേന, പുസ്തകം ഇതൊക്കെ കിട്ടാൻ വേണ്ടി അവരുടെ ഒരു അപേക്ഷ എന്ന രീതിയിൽ അതിനകത്ത് എഴുതിയിടും. അത് ആരെങ്കിലും എടുത്ത് വായിച്ച് നോക്കി ആ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും. അങ്ങനെ ഇതൊരു പരസ്പര പൂരകങ്ങളായി നിൽക്കുന്ന ഒരു ഒരു ചാരിറ്റി. അങ്ങനെ കുറെ കൊല്ലങ്ങളായി. ഇപ്പൊ എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ എന്റെ അപ്പന്മാരുള്ള കാലം മുതല ഒരു 100 വർഷത്തിന് മേളിലായി. പഴയ പ്രിൻസിപ്പിൾ അച്ഛൻ ചെയ്താന്നാ പറയുന്നത്. ഇപ്പൊ പഴയതുപോലെ അങ്ങനെ വലിയ കത്തുകളൊന്നും വരാറില്ല. അതെ, ഇപ്പോൾ ഉള്ള തത്തുമാരിലൊക്കെ പൈസ ഉണ്ടല്ലോ, ദാരിദ്ര്യമില്ല. അതാ അതിന്റെ കാര്യം. അപ്പൊ അതൊരു ടാസ്ക് ആണ്. ശരി, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചു. ഇതിൽ ഈ പറ്റിപ്പ് പരിപാടിയാണ് നടക്കുന്നത്. അതായത് ഒരാളെ കൊണ്ട് ഒരു രീതിയിലും ചെയ്താൽ നടക്കൂലെന്ന് ഉറപ്പുള്ള എന്തെങ്കിലും കാര്യം ഞാനിപ്പോ എഴുതി കൊണ്ടുവരാം, അതൊരു പ്രശ്നമില്ലേ? അതുപോലെ അങ്ങനെ ഇന്ന് വരെ വന്നിട്ടില്ല. ഞാനിവിടെ കമ്പയറായിട്ട് കാലം കുറെ ആയി. അപ്പൊ ഇല്ല, എന്റെ അറിവിലോ ആരും പറഞ്ഞു കേട്ടോ ശരി അങ്ങനെ ഉണ്ടായിട്ടില്ല. ആരെ പറ്റിക്കാനാണ്? പിന്നെ ഞാൻ ഈയിടെ നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛനോട് ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച ഞാൻ പറഞ്ഞ അച്ഛാ, നമുക്ക് ഇതിനകത്തൊരു CCTV ക്യാമറ വെച്ചാൽ എന്താന്ന് ചോദിച്ചു. അപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാകുമല്ലോ, വരുന്നവരാരാ പോകുന്നവരാരാ. അപ്പൊ അച്ഛൻ്റെ അടുക്ക പറയുക, എടാ കർത്താവ് ചോദിച്ചാലടാ മേളിൽ കിടക്കുന്നത്, പുള്ളിയുടെ അപ്പുറത്ത് വേറൊരു CCTV ക്യാമറ ലോകത്തുണ്ടോ. ഇനി ആ വലിയവനെ പറ്റിച്ച് വരുന്നവന്മാരൊക്കെ കർത്താവിന്റെ അപ്പുറം ഇപ്പുറം കിടന്ന കള്ളന്മാരെ കാട്ടി കട്ടവാ. അല്ല പിന്നെ എന്തിനാ വെറുതെ ഒരു CCTV? ആരും വരത്തില്ല. പിന്നെ എന്നോട് അച്ഛൻ എപ്പോഴും എടുത്തു പറയാറുള്ള കാര്യം, നീ അതിനൊന്ന് പൊന്നുപോലെ നോക്കണം. അത് ഈ നിമിഷം വരെ അത് ഞാൻ ഒരു കേടുപാടും വരുത്താതെ എന്നും വന്ന് നോക്കാറുണ്ട്. അതാണ് അതിന്റെ ഒരു സംഭവം. ശരി, കാണാം. സന്തോഷം. ഇടയ്ക്കൊക്കെ ഇതിലെ പറഞ്ഞു കേട്ടോ. ആയിക്കോട്ടെ, കാണാം. അയ്യോ, മൊത്തം പൊടിയ. ആരാ? ആണാണോ പെണ്ണാണോ മനസ്സിലാകുന്നില്ല. ജോസഫേട്ടാ, എന്നെ മനസ്സിലായോ? വല്ല പരിചയമുണ്ടോ? നമ്മുടെ സാറിന്റെ മോനല്ലേ, ജെയിംസ് കുഞ്ഞ്. അയ്യോ, കുഞ്ഞ് വെളിയിലെ കണ്ടില്ലായിരുന്നു. എന്ന് വന്ന് എന്നോട് വിചാരിച്ചു സുഖമായിട്ടിരിക്കുന്നത്. അച്ഛനാ പറയുന്നത്, സുഖമാണോ? കുറച്ചു നാൾ പുറത്തായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ടോ? ഡാഡി സുഖമായിട്ടിരിക്കും. റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് പള്ളി പരിപാടിയൊക്കെ നടക്കുക. റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ എല്ലാവരും പള്ളിയോടങ്ങ് എടുക്കുമെന്നേ. ജോസഫേട്ടൻ ഇപ്പൊ നല്ല ഫേമസ് ആവുന്നുണ്ടല്ലോ. ഒന്നും പറയണ്ട കുഞ്ഞെ, അത് ഈ പെട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി യൂട്യൂബിൽ അത് വരുന്നതാ. അവരിങ്ങനെ കണ്ട് ശരിക്കും പറഞ്ഞ ആ പെട്ടിയെക്കാട്ട് ഫേമസ് ഞാനാ. അല്ല, എന്താ കുഞ്ഞു പതിവില്ല ഇങ്ങോട്ട് വല്ല? അതെ, ഞങ്ങൾ പഴയ ബാച്ചിലെ പിള്ളേര് ഒരു ചെറിയ ഗെറ്റ് ടുഗദർ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് കോളേജിൽ അവിടെ ഇവിടെ ഒക്കെ വന്നിരിക്കാനാ പരിപാടി. ഓഫീസിൽ നിന്ന് പെർമിഷൻ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ജോസഫേട്ടൻ ഇതിന് ചെന്ന് ഓഫീസിൽ ചെന്ന് പറയൊന്നും വേണ്ട. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ കുഞ്ഞെ. അത് പിന്നെ അല്ല, സാറിന്റെ മോനല്ലേ, അതിനൊന്നും കാര്യമില്ലെന്നേ. അത് തന്നെയല്ല കുഞ്ഞെ, ഇവിടുന്ന് പഠിച്ചിട്ട് ഒരുപാട് പിള്ളേർ വെളിയിൽ പോകുന്നുണ്ട്. അത് നമ്മൾ ഓർത്തു വെക്കുന്ന 5-6 മുഖങ്ങളുണ്ട്. അതിലൊന്നും കുഞ്ഞിന്റെയാ. പിന്നുണ്ടല്ലോ. ഹലോ, ഞാനിവിടെ ഉണ്ട്. ഞാനിപ്പോ അങ്ങോട്ട് വരാം. അല്ല, അത് പിന്നെ ഇറങ്ങുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ. ഇറങ്ങുമ്പോഴേ ഒന്ന് പറഞ്ഞ, എനിക്ക് ആ ഗേറ്റ് ഒന്ന് പൂട്ടാൻ വേണ്ടിയായിരുന്നു. ആയിക്കോട്ടെ. മതി.
തുടങ്ങിയിട്ട് കുറച്ച് നേരമായല്ലോ. ആ എന്നാടാ, നിനക്ക് എന്നോടൊന്നും സംസാരിക്കാനില്ലേ? ഫോണിൽ വിളിച്ച് നന്നായി സംസാരിച്ചിരുന്നല്ലോ. ഹേയ്, ഞാൻ വെറുതെ ആലോചിക്കുമായിരുന്നു. സൗഹൃദം, പ്രണയം, ഒടുവിലൊരു ബ്രേക്കപ്പ്. നമുക്കിടയിൽ ഇതെല്ലാം സംഭവിച്ചത് ഇവിടെ വെച്ചാ, ഇതേ ക്യാമ്പസിൽ. ഒടുക്കം ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞ അതേ ആൽമരത്തണലിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു പ്ലാൻഡ് മീറ്റപ്പ്. അതും നീ ഞാനും മാത്രം. എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുന്നതിൽ അത്ഭുതം ഉണ്ടാവുമോ? നീ പറ. ശരിയാ, അതൊക്കെ ഒരു കാലം. പറഞ്ഞ സമയത്ത് വന്നില്ല, മെസ്സേജിന് റിപ്ലൈ ഇട്ടില്ല, പറഞ്ഞ ഡ്രസ്സ് ഇട്ടില്ല, എന്തൊക്കെ പറഞ്ഞ് നമ്മൾ അടി പിടിച്ചിട്ടുണ്ടല്ലേ. പക്ഷെ അതെല്ലാം പെട്ടെന്ന് സോൾവ് ആയിരുന്നു. അന്നമ്മടക്ക മെയിൻ പണി നമ്മുടെ വടക്ക് സോൾവേയിലല്ലായിരുന്നോ? പാവം ഇപ്പൊ എവിടെയാണോ എന്തോ. ബാംഗ്ലൂർ. അവളെ ബാംഗ്ലൂർ മറ്റോ ആണെന്ന് തോന്നുന്നു. ഇൻസ്റ്റയിൽ കിടന്ന് പിള്ളേരോട് തലയും കുത്തി പറയുന്നതാണ്. നമ്മുടെ ലാസ്റ്റ് മീറ്റപ്പ് കഴിഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ മരിച്ച പോലെ കിടപ്പുണ്ട്, ഒരു അനക്കമില്ല. എല്ലാവർക്കും അവരവരുടേതായ തിരക്കുകളില്ലേ, ഫാമിലി, പിള്ളേരൊക്കെ. നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? പ്രമോഷനൊക്കെ ആയായിരുന്നോ? ഏയ്, ആ ഇൻവെസ്റ്റിഗേറ്റീവ് സ്ട്രീം നമുക്ക് പറ്റിയൊരു ഏരിയ അല്ല. ഞാനത് ക്വിറ്റ് ചെയ്തു. ഫീച്ചർ റൈറ്റിംഗ്, സ്റ്റോറീസ്, പഴയ പോലെ ടെൻഷനില്ല, കുറച്ച് റിലാക്സ്ഡ്. നന്നായി, നിനക്കൊരു ചേഞ്ച് അത്യാവശ്യമായിരുന്നു. യു സൗണ്ട് മോർ റിലാക്സ്ഡ് ആൻഡ് പ്രസന്റ് നൗ. ഞാനും ഇപ്പൊ കുറച്ച് റിലാക്സ്ഡാ ആഫ്റ്റർ മൈ കരിയർ ചേഞ്ച്. അച്ഛൻ പഠിപ്പിക്കുന്ന കോളേജും മോൻ അവിടുത്തെ സ്റ്റുഡന്റും. എന്നിട്ട് അതും പറഞ്ഞ് ആരോടും മിണ്ടാതെ പഠിപ്പിച്ചമഞ്ഞൊരു നടപ്പും, എന്നിട്ട് ഒളിച്ചും പാത്തും ഒരു പെണ്ണിനെ പറഞ്ഞു പറ്റിച്ചിട്ടൊരു മുങ്ങലും. വഞ്ചന കുറ്റമാണ് ആരോപിക്കുന്നത് മനസ്സിലായി. പക്ഷെ ഇടയ്ക്കൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞല്ലോ, അതാരാ മനസ്സിലായില്ലല്ലോ. നിന്റെ അമ്മുമ്മ. ജെയിംസേ, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നീ എന്നോട് എന്താ അന്ന് പറഞ്ഞത്? ദേ ദിവ്യ, ഞാൻ നിന്റെ വീട്ടിലോട്ട് വന്ന് നിന്റെ അപ്പനോട് കാര്യം അവതരിപ്പിക്കും. നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചേരണം, സിമ്പിൾ. അതും വിശ്വസിച്ച ഒരു ദിവസം മൊത്തം നിന്നെ നോക്കിയിരുന്ന് എന്നെ ഇപ്പൊ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, നല്ല ഇടി കൊടുത്തന്നെ മണ്ടി. കഴിഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞു. നീ ഇത് കേക്ക്. നമ്മുടെ ചാപ്പലല്ലേ, അവിടെ ഇരിക്കുന്ന സ്നേഹപ്പെട്ടിക്ക് പുതിയ പേരൊക്കെ ഇട്ട്, നല്ല സ്റ്റൈലൻ പേര്. ലവ് ബോക്സ് അല്ല, വിഷ് ബോക്സ്. കൊള്ളാല്ലേ? അല്ലേലും വിഷയം മാറ്റാൻ നിന്നെ കഴിഞ്ഞ ആളുള്ളൂ. വിഷയം മാറ്റില്ല. ഞാൻ ഓർക്കുമായിരുന്നു, നമ്മളിവിടെ പഠിക്കുന്ന കാലത്തെ നമ്മുടെ ഇഷ്ടം ഒരു പേപ്പറിലാക്കി വിഷ് ബോക്സിൽ കൊണ്ടിട്ടിരുന്നെങ്കിലോ എന്താകുമായിരുന്നു? നമ്മൾ ആർക്ക് വേണമെങ്കിലും ചെയ്യായിരുന്നു. അന്ന് ഞാൻ കുഞ്ഞായിരുന്നു, നീ അല്ലായിരുന്നു സീനിയർ. നിനക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. അതെങ്ങനെയാ? മനസ്സ് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും. ശരിയാ, കുഞ്ഞായിരുന്നു. എന്താ? ഏയ്, നീ നേരത്തെ എത്തുന്നു ഞാൻ കരുതിയില്ല. ഞാൻ വരുന്ന വഴിക്ക് കുറച്ചു നേരം ചാപ്പലിൽ കയറിയിരുന്നു. നീ ഇനി മുമ്പേ പറഞ്ഞ പോലെ വല്ലതും എഴുതി വിഷ് ബോക്സിലിട്ടോ? ഞാനോ? അതിനെനിക്ക് പേടിയല്ലേ. അതെ, നീ പണ്ടേ പേടിത്തൊണ്ടെന്നാ. എനിക്ക് ആവശ്യത്തിന് ധൈര്യമുണ്ട്, ഏതായാലും നിന്നേക്കാളും കൂടുതലുണ്ട്. നിന്നെ ഉറപ്പായിട്ടും കാണണം തോന്നി, അതാ തിരക്കുണ്ടായിട്ട് ഓടി വന്നത്. ഇപ്പൊ നിങ്ങളൊക്കെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരല്ലേ, നീയൊക്കെ എത്ര കണ്ട് റീച്ചബിൾ ആണെന്ന് ആർക്കറിയാം. അതൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി അധികം മൈൻഡ് ചെയ്യണ്ടെന്നാ തീരുമാനം. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിലേ ഇച്ചിരി കഴിഞ്ഞേ പോകുന്നുള്ളൂ. ഇങ്ങനൊരു ദിവസം ആകെ പാട കിട്ടുന്ന ഒരു പ്ലാൻഡ് മീറ്റപ്പ്, അതിന് നിനക്ക് ടൈമില്ലെങ്കിൽ ഞാൻ എന്തിനാ കോളേജ് അടിച്ചു വരാൻ വന്നാണോ? പോകുന്നില്ല, കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ. ഏതായാലും നീ ക്യാമ്പസ് അടിച്ചു വരുമല്ലേ, ഞാനിവിടെ കൂടാ. ഇതുകൊണ്ടാ ചൂലിങ് എടുത്ത്, ഇതുകൊണ്ടല്ലത് അതിങ്ങെടുത്ത് എടുക്കുന്നില്ല. ഇത് പിള്ളേരുടെ ഒക്കെ കാര്യം, ഇതൊക്കെ ചെയ്യണോ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ള? ഇതെങ്ങനെ ഞാൻ തന്നെ ചെയ്യണോ? ഇത് നോക്ക്, ഇതെല്ലാം ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഇനിയൊന്നും നിങ്ങൾ നോക്കണ്ട. എത്ര പ്രാവശ്യം പറഞ്ഞാലും നോക്കിയിട്ട് കാര്യമില്ല. ഓ, പെർമിഷൻ ഇല്ലാതെ ആരൊക്കെയാണ് ഇവിടെ കിടന്നത് ആർക്കറിയാം. ഹേയ് ദിവ്യ. ഗുഡ് ഈവനിങ് സർ. എന്താ മോളെ കോളേജിലോട്ടൊക്കെ പതിവില്ലാതെ ചുമ്മാ ഇറങ്ങിയതാണോ? വെറുതെ ഇറങ്ങിയതാ. അതാരാ അവിടെ? ഹാ, ജെയിംസ്, നീയോ ഉണ്ടായിരുന്നു ഇവിടെ? ഭാര്യയും ഭർത്താവും കൂടെ കോളേജ് കിടന്ന് കറങ്ങുകയാണല്ലേ? അതേതായാലും നന്നായി. പഠിപ്പിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പണ്ട് രണ്ടാളും കൂടി ഇതുവഴി പ്രേമിച്ച് കുറേ നടന്നിട്ട് ഒടുവിരോ ഒളിച്ചോട്ടോ. ബേബൻ സാറിൻ്റെ അടുത്ത് നിങ്ങളുടെ മാരേജിൻ്റെ മാറ്റർ ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ഞാനൊക്കെ പെട്ട പാട്. ബേബൻ സാറിനെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഈ തിയോളജി റിലേറ്റഡ് മാറ്റേഴ്സിൻ്റെ കുറച്ച് ബുക്സ് വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വരുമ്പോൾ ഞാൻ അത് കൊണ്ടുതരാം. ഡാഡിയോട് പറഞ്ഞിട്ട്. അപ്പോൾ ശരി മോളെ. താൻ പോരുത്, താനോടെ നിൽക്കുക. ജയ് സാറേ, ഇത് നമ്മുടെ പഴയ ഡിപ്പാർട്ട്മെന്റ് HOD ബേബൻ സാറിന്റെ മോനും ഭാര്യയല്ലേ? ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്തായിരുന്നു ഒരു മാരേജ്.
ഏതാണ്ട് ഒരു 5-6 ഇയേഴ്സ് ആയി കാണും. രണ്ടുപേരും ഇവിടെ തന്നെ പഠിച്ചിരുന്നവരാ. അവരുടെ പ്രേമൊക്കെ വളരെ വിഷയമായിരുന്നു. ഓ ഇപ്പോൾ അവർ രണ്ടും പിരിയാനുള്ള തീരുമാനത്തിലുവാ. ഓഹോ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വളരെ ഫാസ്റ്റാ. ആർക്കൊന്നും സമയമില്ലെന്നേ. സാറേ ഞാൻ പറഞ്ഞ ആ ഫണ്ടിന്റെ കാര്യം നമുക്കും കളയാൻ സമയമില്ല. ആനന്ദേ, അതൊക്കെ താൻ പ്രിൻസിപ്പൽ സാറിനോട് പോയി ചോദിച്ചോണം, കേട്ടല്ലോ. ഇനി ഇതെന്തുവാ കണ്ടോളാം. അതെ. താൻ നാടകത്തിന്റെ ഇതിന്റെയൊക്കെ പുറം നടക്കാതെ പോയി പോർഷൻ നിൽക്കാൻ നോക്ക്. ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ സാറേ? സാറേ നിൽക്കി സാറേ. എന്നെക്കൊണ്ട് ഇത് പറ്റുമെന്ന് വിചാരിച്ചതല്ല. മാരേജ് കൗൺസിലർ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടാളും ഒന്നിച്ചു പഠിച്ച ക്യാമ്പസിലേക്ക് ഒരിക്കൽ കൂടി. ഒരു കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നിൻ്റെ കൂടെ പഴയ പോലെ തമാശയൊക്കെ പറഞ്ഞു കുറച്ച് നേരം ക്യാമ്പസ് സ്പെൻഡ് ചെയ്യാമെന്നൊരു ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നെ ഒരുപാട് ചിരിപ്പിച്ച, ഒരുപാട് സന്തോഷിപ്പിച്ച ഒരു സ്ഥലമായിരുന്നു. പണ്ടൊക്കെ നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്നുകൊണ്ടിരുന്നൊരു സ്ഥലം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സന്തോഷത്തിന് പകരം ഒരു മരവിപ്പോ മറ്റോ. നമ്മുടെ റിലേഷൻഷിപ്പ് ശരിക്കും ആഘോഷമാക്കിയത് നമ്മുടെ ഫ്രണ്ട്സാണ്. മാത്തും അജിയും അമലയൊക്കെ. തുടർന്നുള്ള വിശേഷങ്ങൾ അവർ അറിയുമ്പോഴാണ് ശരിക്കുള്ള കൗൺസിലിംഗ് സ്റ്റാർട്ടാവുന്നത്. ഈ ദാമ്പത്യം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തപ്പോൾ തന്നെ ഉണ്ടാക്കിയ ബക്കറ്റ് ലിസ്റ്റിലെ ഏറ്റവും ഒടുവിലത്തെ എക്സ്പീരിയൻസ് ആണ് കോളേജിൽ വെച്ചൊരു പ്ലാൻഡ് മീറ്റപ്പ്. അത് ഈ കൗൺസിലിംഗ് സ്റ്റെപ്പോട് കൂടി അവസാനിച്ചിരിക്കുന്നു. ഇനി എന്താ? ഇനിയൊന്നുമില്ല. നമ്മൾ ഒന്നിച്ച് നിന്നിട്ട് പരസ്പരം തന്നെ എങ്ങനെ ഉപദ്രവിക്കുന്നത്? എനിക്കും നിനക്കും നമ്മൾ ചേർന്നെടുത്ത തീരുമാനം തന്നെയാണ് നല്ലത്. നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി ഓർക്കുമ്പോൾ ചിരിക്കാൻ അധികമൊന്നുമില്ലെങ്കിലും വെറുക്കാനൊന്നും ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. ഒട്ടും ഡ്രാമാറ്റിക് അല്ലാതെ പറയാൻ പ്രാക്ടീസ് ചെയ്തോന്ന ഞാനാ ഈ കിടന്ന് ബോറാക്കുന്നത്. ശരിയാണ്, നമ്മൾ രണ്ടാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അതിനിടയ്ക്ക് പരസ്പരം പിന്നോട്ട് പിടിച്ച് വലിച്ചാൽ വല്ലാത്തൊരു ദേഷ്യം ഉടലെടുക്കും. എത്ര പരിശ്രമിച്ചാലും സോൾവ് ചെയ്യാൻ പറ്റാത്ത ബസ്സിലൊക്കെ പോലെ. ഇപ്പം തന്നെ നമ്മൾ കുറേ അധികം വഴക്ക് പിടിച്ചിട്ട് ഒരു ടോട്ടൽ സൈലൻസിലേക്ക് പോയില്ലേ? അത് വന്നിട്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫേസാണ്. അവിടെ അധികം നാൾ തുടരാതിരിക്കുന്നതാണ് നല്ലത്. സോ ലെറ്റ്സ് മൂവ് ഓൺ. എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാലോ? എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? എടാ നിന്നെ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോന്ന്. ഏയ് വേണ്ട, നീ എങ്ങനെ വന്നേ? അച്ഛനുണ്ട്. വണ്ടിയിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടുണ്ടാവും. എടാ പെറ്റീഷൻ പേപ്പേഴ്സൊക്കെ അയച്ചിട്ടുണ്ടെന്നാ അഡ്വക്കേറ്റ് പറഞ്ഞത്. നിനക്ക് കിട്ടുമ്പോൾ പറ. വിഷ് ബോക്സിൽ വല്ല ലെറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ പോയി എടുക്ക്. ധൈര്യശാലി ശരിക്കും പേടിച്ച മട്ടുണ്ടല്ലോ. ഏയ് എനിക്ക് ടെൻഷനൊന്നുമില്ല. നീ ശരിക്കും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബൈ. ദിവ്യ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതല്ല അത്ഭുതം, എനിക്ക് വേറൊരാളെയും ഇഷ്ടമാണ്. ആരാന്നറിയോ? നീ ഉള്ളപ്പോൾ മാത്രമുള്ള എന്നെ. വേറൊരിടത്തും ആ എന്നെ ഞാൻ കണ്ടിട്ടില്ല. ദിവ്യ, നീ ഒരു പിൻവിളിക്കായി കാത്തോർക്കുന്നുവെങ്കിൽ ഇതാണത്. പ്ലീസ് കം ബാക്ക്. ജെയിംസ്.